സലീം കുമാറിന്റെ പൊതുദർശനം ടൗൺ ഹാളിൽ തുടരുകയാണ്. 1 മണിവരെയായിരുന്നു പറഞ്ഞതെങ്കിലും കുറച്ചധികം കൂടെ നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. അതിനുശേഷം പറവൂരിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. ലാഫിംഗ് വില്ലയിൽ അവിടെ അല്പസമയം, അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പൂർണ്ണ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി നേരത്തെ മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പൊതുദർശനത്തിൽ നിരവധി ആളുകൾ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്. കാരണം 56 വയസ്സിൽ അദ്ദേഹത്തിന് നമ്മളെ വിട്ടുപിരിയുമെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അമ്പരപ്പോടെ കേട്ട ആളുകളൊക്കെ ഉണ്ട്. കുറച്ചധികം നാളുകളായി അസുഖബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പ്രകടിപ്പിച്ച ഒരു പോരാട്ട വീര്യവും സ്ഥൈര്യവും അദ്ദേഹത്തിന്റെ ഒരു മടങ്ങി വരവിന് തുണയാകുമെന്ന് പ്രതീക്ഷിച്ചവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട്, നിരാശയിൽ ആഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത്. ഷിന മാർട്ടിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിന, 1 മണിവരെയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? പറഞ്ഞതുപോലെ തന്നെ 1 മണിവരെയായിരുന്നു ഇപ്പോ പൊതുദർശനം സമയം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ മൃതശരീരം വീട്ടിലേക്ക് മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. കാരണം കൃത്യം 3:30 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും, അല്ലെങ്കിൽ സംസ്കാരം നടക്കുമെന്നാണ് നേരത്തെയും മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഔദ്യോഗിക ബഹുമതികളോട് കൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ നടത്താനായി ഇപ്പോൾ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ, ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള കിട്ടുന്ന അറിവ് എന്നുള്ളതാണ്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ടൗൺ ഹാളിലേക്ക് ഇരച്ചെത്തിയത്. നാട്ടുകാരായാലും അതുപോലെ തന്നെ സിനിമ, സീരിയൽ രംഗത്തുള്ളവരായാലും രാഷ്ട്രീയ നേതൃനിരയിലുള്ളവരായാലും എല്ലാ തരത്തിലുള്ള ആളുകൾ, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു വലിയൊരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു. നല്ല മഴയുണ്ടായിരുന്നു, പുറത്ത് നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊന്നും വകവെക്കാതെ നിരവധി ആളുകൾ, നിരവധി ജനങ്ങൾ ഒരു നോക്ക് കാണാൻ, സലീംകുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തി. സംവിധായകനായിട്ടുള്ള കമലും ജയറാമും നവ്യ നായരും ഒക്കെ അവരോടൊപ്പമുള്ള നല്ല നാളുകൾ ഓർത്തെടുത്തു. സോബിൻ ഷാഹിറും ആന്റണി പെരുമ്പാവൂരും ബാബുരാജും മഹേഷ് നാരായണനും രമേശ് പിഷാരടിയും ആന്റോ ജോസഫും ഒക്കെ ഉണ്ട്. തുടക്കം മുതലേ, ആശുപത്രി മുതലേ, ഇന്നലെ മരണവാർത്ത അറിഞ്ഞ സമയം മുതലേ രമേശ് പിഷാരടിയും ആന്റോ ജോസഫും ഹൈബിയുടെ MP-യും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിലും. അതേപോലെ തന്നെ ടൗൺ ഹാളിലേക്കും ഉള്ള യാത്രയിലും ഉടനീളം എല്ലായിടത്തും ഇവരെല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റായ പട്ടണ റഷീദ് അടക്കമുള്ളവർ, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, നിരവധി ആളുകളാണ് ഒരു നോക്ക് കാണാനായി, അവസാനമായി സലീംകുമാറിന് ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. എല്ലാവർക്കും വ്യക്തിപരമായും വളരെ അടുപ്പമുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ച് പറവൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം അടുപ്പമുള്ള ഒരു മനുഷ്യനാണ്. പറവൂരിന്റെ തന്നെ നേതാവ്, അല്ലെങ്കിൽ പറവൂരിനെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ തികച്ചും തന്റെ അഭിപ്രായം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ ധൈര്യമുള്ളയാളാണ്. ഏത് തരത്തിലും ആരെയും കൂസാത്ത, അല്ലെങ്കിൽ ആരെങ്കിലും വേദനയുണ്ടാക്കുമോ എന്നുള്ള തരത്തിൽ ആ തരത്തിൽ കാര്യങ്ങളെയൊന്നും മനസ്സിൽ വെക്കാതെ അതിനെ യാതൊരു തരത്തിലും ആരെയും കൂസാതെ വ്യക്തിപരമായി തന്നെ എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുന്ന വലിയ ഒരു നഷ്ടമാണ്. അവസാന കാലം എല്ലാം ഉറക്കെ പറയുന്ന രാഷ്ട്രീയ ചോദ്യമുള്ള ഒരു വലിയ കലാകാരനായിരുന്നു. മലയാളത്തിന് ഒരിക്കലും ഒരുപാട് കഥാപാത്രങ്ങളെ നൽകിയ നടൻ, ഹാസ്യ നടൻ എന്നുള്ള ആ ലേബലിൽ നിന്ന് പിന്നീട് സീരിയസ് ആയ പല കഥാപാത്രങ്ങളിലേക്കും മാറി. ഹാസ്യ നടൻ മാത്രമല്ല, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളിയെ കഴിഞ്ഞ 30 വർഷം മലയാളി നടനാണ്, തെളിഞ്ഞു നിന്ന നടനാണ്. അച്ചുറങ്ങാത്ത ആറാമിന്റെ മകൻ എല്ലാം എന്താണ് ഇന്ത്യൻ സിനിമ പ്പെടുത്തിയ ചിത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം
അദ്ദേഹത്തിന്റെ കുടുംബം അതീവ ദുഃഖത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസവും കുടുംബത്തോട് സംസാരിച്ചപ്പോൾ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പോഴൊക്കെയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് മകൻ ചന്തു പങ്കുവച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടിട്ടുള്ളത്. സലീംകുമാറിന്റെ വിയോഗം നമ്മളിപ്പോഴും പറയുന്ന പോലെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പന്റെ ഒരു വലിയ അനുഭാവിയായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരൻ അയ്യപ്പനോട് വലിയ സ്നേഹമായിരുന്നു. സലീംകുമാറിന്റെ പേര് പോലും അത്തരത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയുടെ മോഹം ബാക്കിയാക്കിയാണ് സലീംകുമാർ ഇപ്പോൾ മടങ്ങുന്നത്. ഈ ഡോക്യുമെന്ററി ചർച്ചകൾക്കിടയിലായിരുന്നു അദ്ദേഹം രോഗബാധിതനായിട്ടുണ്ടായിരുന്നത്. ആ ചർച്ചകൾ ഡോക്യുമെന്ററിയിലേക്ക് എത്തി അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിലാണ് എത്തിയത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഒരു വലിയ കൃഷി താല്പര്യക്കാരനായിരുന്നു. പൊക്കാളി കൃഷിയെ കുറിച്ച് പൊക്കാളി കൃഷിക്ക് നൽകുന്നില്ല എന്ന തരത്തിൽ സംസ്ഥാനത്തിനോട് ആവശ്യം ഷീന, എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം അത് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അത് മലയാളി സമൂഹത്തിനും ഒപ്പം തന്നെ സിനിമാ സമൂഹത്തിനുമൊക്കെ ആ ഒരു വേദനയുടെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ കാണുന്നത്.